ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ദൂരയാത്ര പോവാണ്. അപ്പം എവിടേക്കാണെന്ന് പോകുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിട്ടോ. അപ്പം നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞോടുകൂടി നമ്മൾ അവിടെ എത്തി. ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് ക്ഷേത്രത്തിൽ വരാനായിട്ട്. നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും ഇവിടെ വരാനായിട്ട് ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അതിന് മുന്നേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്ക്. നമ്മൾ വന്ന് ഒത്തിരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം ക്യൂവിലേക്ക് പോകാനായിട്ടുള്ളൊക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ മൊബൈലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോയപ്പോൾ. ഇപ്പോഴാണ് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് മൊബൈലൊക്കെ എടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രീറ്റിലേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ആണ് ഇന്നത്തേത്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലെല്ലാം. രാവിലത്തേക്ക് തൊഴാൻ വരുന്നവരുടെ ആണെങ്കിലും രാത്രി തൊഴുതിട്ട് തിരിച്ചു പോകുന്നവരാണെങ്കിലും ഒക്കെ ധാരാളം സ്ട്രീറ്റിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുറേ കടകളിലൊക്കെ കയറി കുറേയൊക്കെ സാധനം വാങ്ങി. ഒരു ഭഗവാന്റെ ഒരു വിഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. അതും നമ്മൾ നോക്കി. നമുക്കൊരെണ്ണം നമ്മൾ വാങ്ങി ഒരെണ്ണം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം കളിപ്പാട്ടങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂന്താന ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഭജന നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് നമ്മൾ കുറേ സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല ലൈവ്ലി ആയിരുന്നു അവിടെയും. ഒരുപാട് ഓഡിയൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത നടയിലേക്ക് പോയി. അവിടെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഗുരുവായൂർ കേശവൻ ൻ്റെ ഒരു പ്രതിമയൊക്കെ ഉള്ള ഒരു നടയാണല്ലോ. അപ്പോൾ അവിടെയും നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അതൊരു നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. നമുക്ക് അവിടെ നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഗുരുവായൂർ കേശവൻ്റെ ആ ഒരു ചരിത്രവും കഥകളും ഒക്കെ കൊത്തുപണി പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഞാനത് മുഴുവൻ ഷൂട്ട് ചെയ്തൊക്കെ എടുത്തു. അതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും കുഞ്ഞിലെ മുതൽ കേട്ടിട്ടുള്ള കഥയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തവിടെ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നടയിലേക്ക് വന്നു. അപ്പം ഇവിടെ ഈ നടയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ തോന്നില്ല. കുറേ സമയം ആര് വന്നാലും അവിടെ നിന്ന് തൊഴാതെ നമുക്ക് എങ്ങോട്ടും മാറാൻ പറ്റില്ല. നമ്മൾ വീണ്ടും വന്ന് എത്ര തൊഴുതിട്ടും മതി വരുന്നില്ല എന്നുള്ള രീതി നമ്മൾ കുറേ സമയമൊക്കെ തൊഴുതു. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ മുറിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെയും വന്ന് ഒന്ന് തൊഴണം എന്നാണ് ആഗ്രഹം. എന്നിട്ട് തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തിരക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും തൊഴണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ വന്നു. അപ്പോൾ നമുക്ക് രാവിലെയും തൊഴാനായിട്ട് പറ്റി, നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശീവേലി കണ്ടു, എഴുന്നള്ളത്തും ഒക്കെ കണ്ടിട്ടാണ്, അതിനപ്പുറത്ത് ഭഗവാൻ വരുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വന്നിട്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ നമുക്ക് തൊഴാൻ പറ്റിയത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഗുരുവായൂരിൽ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ സ്പെഷ്യലായ ഗുരുവായൂർ പപ്പടം, അതുപോലെ തന്നെ ഹൽവ, ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി നമ്മൾ പോകുന്ന വഴി നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിലും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും കയറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ്. അപ്പം അവിടെ നടയടയ്ക്കും മുന്നേ നമുക്ക് അവിടെ എത്തണമല്ലോ. ഇവിടുന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ വലിയ ചൂടോ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴി നമ്മൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ചായിരുന്നു. കാരണം ആരും രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്പം ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. ഭയങ്കര വലിയൊരു പാർക്കിംഗ് ഏരിയയും വലിയൊരു മൈതാനവും ഒക്കെ ആയിട്ട് ആണ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് വെളിയിലുള്ള സ്ഥലം കിടക്കുന്നത്. വലിയൊരു ഗ്രൗണ്ടാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരമൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ വന്ന് നിറയുന്ന സ്ഥലവും കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി ദർശനമൊക്കെ നടത്തി നമ്മൾ വെളിയിൽ ഇറങ്ങി. ഇത് ചുറ്റമ്പലത്തിൻ്റെ വെളിഭാഗമാണ്. ഭയങ്കര വലിയ ക്ഷേത്രമാണ് കേട്ടോ. വലിയൊരു ക്ഷേത്രവും അതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ഥലവും ഒക്കെ നല്ല
അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. അത്ര ഒരു നല്ലൊരു ആംബിയൻസൊക്കെയാണ് അവിടെ. അവിടെ ഈ ആൽമരങ്ങളും അതിന് ചുറ്റുമുള്ള ആ ഒരു ഗ്രൗണ്ടും പുൽത്തകിടിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മടുപ്പ് തോന്നില്ല, അതുപോലെ ഒരു സ്ഥലമാണത്. ഞാൻ ഇതിനെപ്പറ്റി 2 ഷോർട്സ് മറ്റേ ഇട്ടിട്ടുണ്ട്. അത്രമാത്രം എനിക്ക് കണ്ട് മതി വരാത്തൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലവുമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എത്ര വൃത്തിയിലും ഭംഗിയിലുമാണ് അത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം എപ്പോൾ നിങ്ങൾ ഇതുവഴി വന്നാലും മിസ് ചെയ്യാതെ നമ്മൾ കയറേണ്ട ഒരു അമ്പലമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര ഒരു തണുത്ത ഇളം കാറ്റൊക്കെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കര ഒരു കാം അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരിക, ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അനുഭവിക്കാതെ. അതുപോലെ ഇതുപോലത്തെ മരങ്ങളും ഒക്കെ ഭയങ്കര ഒരു കാവിൻ്റെ ഒക്കെ ഒരു ഫീലോ ഭയങ്കര ഒരു ഗൃഹാതുരത്വം പോലെ ഒരു ഫീലൊക്കെയാണ് നമുക്ക് തരുന്നത്. എന്തോ എനിക്ക് കണ്ടു മതിവരാത്തൊരു സ്ഥലം പോലെ തോന്നി. നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഗ്രൗണ്ടെന്ന് പറഞ്ഞത്. അതാ ഈ കാണുന്നതാണ്. അവിടെ ആ പണികളൊക്കെ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ്. അപ്പം നമ്മൾ എല്ലാം കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ 2 അമ്പലം, പാറമേക്കാവിലും നമ്മൾ ദർശനം നടത്തിയായിരുന്നു. 2 അമ്പലത്തിലും കയറിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ വെക്കേഷനും ഇവിടെ കഴിയുകയാണ്. ഇനി നമ്മൾ തിരിച്ച് UK പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ വെക്കേഷൻ സമയമൊക്കെ തീർന്നു പോയി. 1 മാസത്തിന് മുകളിൽ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ മറ്റൊന്നിനും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതേപോലെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.